സിറ്റി നെറ്റ് വർത്തമാനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് ഇരിങ്ങല്ലൂരിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി കുട ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഹനീഫയാണ് ഇന്ന് വർത്തമാനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പരിചയപ്പെടാം. നമസ്കാരം, എൻ്റെ പേര് CM ഹനീഫ. ഞാൻ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് ഇരിങ്ങല്ലൂരിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഇരിങ്ങല്ലൂർ വാർഡിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്? പ്രധാനമായും 62 വർഷത്തോളമായി ഇവിടെ ഇടതുപക്ഷമാണ് ഇവിടെ വാർഡിൽ വിജയിച്ചു വരുന്നത്. ഒരുപാട് വികസന പോരായ്മകൾ അവിടെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ജനങ്ങൾ അതിനെതിരെ ശബ്ദിക്കുന്നുണ്ട്. എന്നാൽ അത് തെരഞ്ഞെടുപ്പുകളിൽ അത് തെളിഞ്ഞു കാണാത്ത ഒരു അവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ സ്കൂള്, അന്നത്തെ സ്കൂൾ നമ്മൾ പറയുന്ന ഒരു LP സ്കൂള് ഇന്നത് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. കാരണം 5 വർഷങ്ങൾക്ക് മുമ്പ് 200-ൽ പരം കുട്ടികൾ പഠിച്ചിരുന്ന ആ സ്കൂള് ഇന്ന് കേവലം 60 ചില്ലാം കുട്ടികളായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം അടിസ്ഥാനപരമായിട്ട് ആ വാർഡിൽ ഉണ്ടാകേണ്ട വികസനത്തിന്റെ പോരായ്മ തന്നെയാണ്. നമ്മുടെ പെരിങ്കല്ലം തോടും അതോടനുബന്ധിച്ച് വരുന്ന ആ അന്നത്തെ പൂവങ്ങൽ റോഡ് അതൊക്കെ അതിലൂടെ കടന്നു വേണം കുട്ടികൾക്ക് സ്കൂളിലേക്ക് എത്തിച്ചേരാൻ. മഴക്കാലമായി കഴിഞ്ഞാൽ തോട് ഏത് റോഡ് ഏതെന്ന് അറിയാത്ത രൂപത്തിലുള്ള ഒരവസ്ഥയാണ് അവിടെ ഉള്ളത്. ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും രക്ഷിതാക്കൾ എന്ത് ചെയ്യില്ല, കുട്ടികളുടെ സുരക്ഷയാണല്ലോ പ്രധാനപ്പെട്ടത്. ആ സുരക്ഷ മാനിച്ചുകൊണ്ട് അവർ സ്കൂളിലേക്ക് കുട്ടികൾ പറഞ്ഞേക്കാത്ത ഒരവസ്ഥ തന്നെയാണ് അവിടെ ഉള്ളത്. ഇനി മഴക്കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ വർഷമൊക്കെ കാലവർഷം ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോ വർഷക്കാലം കഴിഞ്ഞാലും, അതായത് മഴ മാറി വന്നാലും പരിസരത്തു നിന്നുള്ള ആ മലിനജലമൊക്കെ റോഡ് താഴ്ന്നു കിടക്കുന്ന കാരണം ആ റോഡിലേക്ക് തന്നെയാണ് ഒഴുകി വരുന്നത്. അപ്പോൾ കുട്ടികൾ നടന്നു വരുന്ന സമയത്ത് സാംക്രമികമായ പല രോഗങ്ങളും, കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചൊറിച്ചിൽ പോലത്തെ രോഗങ്ങളൊക്കെ അവിടെ വരാറുണ്ട്. ഇതൊക്കെ ആയിരിക്കാം അത് കുട്ടികളെന്ത് രക്ഷിതാക്കൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കാതിരിക്കാനുള്ള പ്രധാന ഘടകം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന പൊതുവിദ്യാലയമാണല്ലോ, അത് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമ, നാട്ടുകാരായ നമ്മുടെ ഒക്കെ കടമയാണ്. ആ ഒരു വിഷയത്തിൽ വലിയൊരു പരാജയമാണ് ഇന്നത്തെ ഈ സംവിധാനം എന്നുള്ളത് തീർച്ച. അതൊക്കെ അതിൻ്റെതായ രൂപത്തിൽ റോഡുകളൊക്കെ നല്ല രീതിയിൽ സംവിധാനിച്ചു കൊണ്ടിട്ട് സ്കൂളിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ്. അതൊന്നും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ പെരിങ്കല്ലം തോട് നമുക്കറിയാം. പെരിങ്കല്ലം തോടിലേക്ക് അത് വൻകിട വീണ്ടും ഹൈലൈറ്റ് പോലെയുള്ള മാളുകളിൽ നിന്ന് ഒഴുക്കി വിടുന്ന മലിനജലം അത് ഒഴുകി പോകാനുള്ള ഒരു അവരുടെ ഡ്രെയിനേജ് ആയിട്ട് ഇപ്പോൾ ആ തോടിനെ മാറ്റിയിരിക്കുകയാണ്. മുൻകാലങ്ങളിലൊക്കെ എന്നെ പോലെയുള്ള ആളുകൾ കുളിച്ചും കളിച്ചും വളർന്ന ഒരു നല്ല ഒരു തോടായിരുന്നു. ആ തോട്ടിൽ നിന്നാണ് മറ്റ് അലക്കുക പോലും അങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്തിരുന്നത്. ഇന്ന് ആ തോട്ടിൽ പോയിട്ടൊന്ന് കൈ കഴുകാൻ പോലുള്ള അങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്ക് പോലും സാധ്യമല്ല. കാരണം അത്രയും മാരകമായ രോഗങ്ങളാണ് ഇപ്പോ ആ തോട്ടിലെ വെള്ളം കയ്യിലോ കാലിലൂടെ തട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത്. ഇരിങ്ങല്ലൂർ അങ്ങാടിയിൽ ഇതുപോലെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഒരു ചെറിയ മഴ പെയ്താൽ, ഈ അടുത്ത് തന്നെ നമുക്ക് അതിന് തെളിവായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, 4-5 ദിവസം മുമ്പ് പെയ്ത മഴ അവിടുത്തെ പരിസരത്തുള്ള അങ്ങാടിയിൽ നിലകൊള്ളുന്ന കടകളിലേക്കും ഒക്കെ ഡ്രെയിനേജ് നിറഞ്ഞു കഴിഞ്ഞു കണ്ടിട്ട് കയറുകയാണ്. അതിനൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവേണ്ടതല്ല. ഞങ്ങൾ 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ അത് ആവശ്യപ്പെട്ട് രേഖാമൂലം പരാതി നമ്മളെ ഒപ്പുശേഖരണം നടത്തി അവരോട് ആവശ്യപ്പെട്ടതാ. അത് ഇരിങ്ങല്ലൂർ അങ്ങാടിൽ നിന്നും ഡ്രെയിനേജ് സംവിധാനത്തോട് കൂടിയിട്ട് പെരിങ്കല്ലം തോടിലേക്ക് കണക്ട് ചെയ്താൽ മാത്രമേ അതിനൊരു പ്രതിവിധിയുള്ളൂ. അല്ലാണ്ട് നമ്മൾ കുറെ ഗിമ്മിക്കുകളോ മറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാവില്ല. ഇത് യാഥാർത്ഥ്യമായ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. അതിന് ഉള്ള ഒരു രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇരിങ്ങല്ലൂർ പ്രദേശം എന്നുള്ള പറയുന്നത് നമ്മുടെ കോഴിക്കോട് ടൗണിനോട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതോടൊപ്പം തന്നെ നല്ല വൻകിട പദ്ധതികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു വികസനം നമ്മുടെ നാടിന് ഉണ്ടാവാത്തത് ഭരിക്കുന്നവരുടെ പോരായ്മ തന്നെയാണ്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വികസനം നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണല്ലോ. അപ്പോൾ അത് നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു പോരായ്മയായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. എന്തൊക്കെ വികസന കാഴ്ചപ്പാടുകളാണ് താങ്കൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർഷങ്ങളായി ജനങ്ങൾക്ക് ഇടയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ജനങ്ങളുടെ വികാരം, അത് അവരുടെ വികാരം എന്താണെന്ന് ശരിക്കും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ വ്യക്തമായിട്ടുള്ള ഒരു വികസന പദ്ധതി ഞങ്ങൾക്കുണ്ട്. പ്രധാനമായിട്ടും സ്കൂളിന് എന്ത് ചെയ്യണം, നമ്മൾ ഹൈടെക് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഹൈടെക് രൂപത്തിലുള്ളതിലേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു. കുട്ടികളെ ആകർഷിക്കുന്ന രൂപത്തിലേക്കുള്ള പദ്ധതികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം.
അതോടൊപ്പം തന്നെ ഇരിങ്ങല്ലൂർ അങ്ങാടിയിൽ ആ ഒരു നമ്മുടെ ഈ വികസനമില്ലായ്മക്ക് കാരണം ഇരിങ്ങല്ലൂരിലെ വികസനത്തിന്റെ പോരായ്മ കാരണം അത് പരിഹരിക്കാനുള്ള ഈ സംഗതി എന്താണ് വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് കാര്യങ്ങൾ നമുക്കിപ്പോ വലിയൊരു വിഷയമായിട്ട് വരുന്ന നമ്മുടെ റോഡ് ഹൈവേ ബൈപ്പാസ് വന്നതോടുകൂടി നമ്മുടെ നാട്ടുകാർക്ക് ഒരു പെട്ടെന്ന് ഒരു അസുഖം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു അത്യാഹിതം ഉണ്ടായാൽ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തുക എന്നുള്ളത് വലിയൊരു പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. നമുക്ക് അറിയാം, പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ആ ഹൈലൈറ്റിന്റെ അടുത്തുകൂടി പോകാൻ നമുക്ക് സാധിക്കില്ല, കാരണം അത്രയും ബ്ലോക്കാ. അപ്പം അത്യാഹിതമായിട്ട് വരുന്ന ആ ഒരു സമയത്ത് കൊണ്ടുപോകുന്ന ആ രോഗിയെ ചിലപ്പോൾ മരിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അവിടേക്ക് എത്തിപ്പോവാ. അവിടെ അതിനുള്ളൊരു പരിഹാരം നമുക്ക് കണ്ടെത്തേണ്ട. അതിന് ആ ഒരു ഭരണസമിതി അന്ന് ഇടപെടാത്തതിന്റെ ഒരു വലിയൊരു പ്രയാസം നമുക്കുണ്ട്. അതിന് നമുക്ക് ആരെയാണോ ബന്ധപ്പെട്ട് കൊണ്ടിട്ട് അതിന്റെ പരിഹാര മാർഗം ഉണ്ടാക്കാൻ സാധിക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രമിക്കും. അതിന് കൂടെ തന്നെ നമ്മുടെ മറ്റുള്ള റോഡുകൾ പിന്നെ നടുവത്തിന് മേത്തൽ കല്ലുവളപ്പിൽ മേത്തൽ റോഡ് നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു, പക്ഷെ അതൊന്നും കണക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ നടുവത്തിന് മേത്തൽ റോഡ് കല്ലുവളപ്പിൽ റോഡിലേക്ക് തിരിയണമെങ്കിൽ അവിടെ പ്രയാസമാണ്. കല്ലുവളപ്പിൽ മേത്തലേക്ക് വരുന്ന ഭാഗം 4 ഫുട്ട് വഴിയായിട്ട് തന്നെ ഇപ്പോഴും കിടക്കുകയാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ആ ഒരു റോഡുമായിട്ട് ബന്ധിപ്പിച്ചാൽ മാത്രമേ യാത്ര സുഖമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഒന്നാം വാർഡിൽ എത്ര വോട്ടർമാരുണ്ട്? അത്തരത്തിലുള്ള വിശദാംശങ്ങളൊക്കെ എന്താണ്? ഏകദേശം 2030 വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. അതിൽ കുറച്ചാളുകൾ മരണപ്പെട്ടു പോയത് ഇനിയുണ്ട്. ഡബിൾ എൻട്രി കിച്ചിൽ ഏകദേശം 2000-ഓളം വോട്ടർമാർ നിലവിൽ ഉണ്ട്. പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടം വരെയായി. നാളിതുവരെ LDF ആധിപത്യം സ്ഥാപിച്ച ഒരു വാർഡ് കൂടിയാണ് ഇരിങ്ങല്ലൂർ ഒന്നാം വാർഡ്. അതുകൊണ്ട് തന്നെ മത്സരം ഒരല്പം കടുക്കും. പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ആളുകൾ വോട്ടർമാരൊക്കെ നല്ല പ്രതികരണമാണ് കിട്ടുന്നത്. 2ാം ഘട്ടം പിന്നിട്ടോ പ്രചരണത്തിന്റെ 3 ഘട്ടം പൂർത്തിയാക്കി. പാർട്ടി മിഷനറി തുടക്കത്തിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരുക്കങ്ങൾ ഇതിനു വേണ്ടി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു ഗുണഫലം ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു നീണ്ട ഒരു കാലാവധിയാണ് ഇപ്പം ഇതുവരെ ഇടതുപക്ഷത്തിന് കൊടുത്തത്. 60 വർഷം എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന്റെ ആയുസിന്റെ കണക്ക് തന്നെയാണ്. ഇത്രയും കാലം നമ്മൾ അവർക്ക് ഒരു അവസരം കൊടുത്തിട്ട് അനുസരിച്ചിട്ടുള്ള ഒരു വികസനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യം നമ്മൾ ലഭിച്ചിട്ടുള്ളൂ എന്നത് നമ്മളൊക്കെ മനസ്സിരുത്തൊന്ന് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു അവസരം ഞങ്ങൾക്ക് തരികയാണെങ്കിൽ എന്തായിരിക്കണം ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടേണ്ടത്? അപ്പോൾ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതൊരു ഭരണത്തിൽ നിന്നും ലഭിക്കേണ്ടത്. അവർക്ക് വെള്ളം, അതുപോലെ വഴി, വെളിച്ചം, ഈ 3 കാര്യങ്ങൾ. പ്രത്യേകിച്ച് സുരക്ഷ. ഈ സുരക്ഷയുടെ കാര്യത്തിലൊക്കെ തെരുവുനായ ശല്യമൊക്കെ വളരെ എന്ന് നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ അത് വ്യാപകമായിട്ട്. ഇപ്പൊ എൻ്റെ നാട്ടിൽ ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ ഒരു പിഞ്ചു കുട്ടി 2.5 വയസ്സുകാരനായ ഒരു കുട്ടിയാണ് നായി വീട്ടുമുറ്റത്ത് കളിച്ചിരിക്കുന്ന സമയത്ത് കടിച്ചത്. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടുകയാണ്. ഇത് ആവർത്തിക്കപ്പെടില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആ ഒരു ഭരണകൂടമാണല്ലോ. ആ ഭരണകൂടത്തിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്നത് കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ മക്കളിൽ ലഹരി ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെയൊക്കെ പ്രധാന ഘടകമായി തോന്നുന്നു നമുക്ക് പൊതുവായിട്ടുള്ള സ്ഥലം. എൻ്റെ കാലത്തൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ നന്നായി കളിച്ചു വളർന്ന ആളാണ്. നമുക്കൊക്കെ ചുറ്റുപാടുകൾ എന്ന് പറഞ്ഞാൽ കളിസ്ഥലങ്ങൾ കൂടുതലായിട്ട് കിട്ടിയിരുന്നു. പൊതുവായിട്ട് സ്ഥലങ്ങളിലും ആരെങ്കിലും അധീനതയിലുള്ള സ്ഥലമാണെങ്കിൽ പോലും നമുക്ക് സ്ഥലങ്ങൾ കിട്ടിയിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ കുട്ടികൾ കളിക്കാൻ സ്ഥലമില്ല. ഒരു ടർഫാണ് അവരുടെ ഏക ആശ്രയം. അപ്പൊ അവർക്ക് ഒരു കളിസ്ഥലം നിർബന്ധമാണ്. അപ്പൊ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പഞ്ചായത്തിന്റെ ഇതിൽ നിന്നൊക്കെ ടർഫ് കളിസ്ഥലം കിട്ടുന്നുണ്ട്. പക്ഷെ അതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർക്ക് ഒരു കളിസ്ഥലം ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു ഉറച്ച ഒരു തീരുമാനം. കാരണം അത്തരം സൗകര്യങ്ങൾ നമുക്ക് ചുറ്റുപാടുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഒരു ഭരണകൂടം എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണല്ലോ. ഇത്തരം കാര്യങ്ങൾ ഇടപെടുകയും അതിനുള്ള പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എൻ്റെ ചിഹ്നം കൊടയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. ആ ഒരു സ്വതന്ത്ര ചിഹ്നം എന്തുകൊണ്ട് അങ്ങനെ മത്സരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ എല്ലാവരെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. പ്രത്യേക രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിലുപരി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുകയും ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യണമെന്നുള്ള ആത്മാർത്ഥമായ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ അതുകൊണ്ട് ചിഹ്നം ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അത് നമ്മളെ കരുവാത്ത ഭാഗത്തേക്കുള്ള ആ ഒരു വഴി, ആ ഒരു വലിയ ഇതാണ്.
കരുവാത്ത് ഭാഗത്തുള്ള ആ ഫുട്പാത്ത് ഏറെക്കാലമായി അവിടുത്തെ ആളുകളുടെ ഒരു അഭിലാഷമാണ് റോഡാക്കുക എന്നുള്ളത്. അത് പലതവണ അത് നമുക്കതിന്റെ ഒരു പ്രയാസങ്ങൾ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. പല ആളുകളും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആളുകളെ ചെയറിലിരുത്തി കസാലയിലിരുത്തി കൊണ്ട് പിന്നെ റോട്ടിലേക്ക് അല്ലെങ്കിൽ ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ അവിടെ വളരെ ദയനീയമായി തന്നെ നമുക്ക് കാണാമായിരുന്നു. ഒരു ആള് മരിച്ചാൽ പോലും ശവ സംസ്കാരം അല്ലെങ്കിൽ ഒരു മയ്യത്ത് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം, അത്രയും ദൂരം അത് ഏറ്റി കൊണ്ടുപോകേണ്ട ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വലിയൊരു നമ്മുടെ നാട്ടിൽ ഇന്നും അത്തരം വഴികളുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഒരു വരമ്പായിരുന്നു, ഒരു വരമ്പിലൂടെ അതിനൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അതൊരു 4 ഫുട്ട് വഴിയായിട്ട് ഉയർത്തി എന്നല്ലാണ്ട് ആ പ്രദേശത്തെ ആളുകൾക്ക് അവർക്കുള്ള ആ ഒരു മറ്റു ഭാഗങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സൗകര്യം കിട്ടിയിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതൊരു എൻ്റെ ഒരു ചലഞ്ചായിട്ട് തന്നെ എടുക്കുക. കാരണം അവർക്ക് അത് നീതി ലഭിക്കണം. ആ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാവും. ഒളവണ്ണ പഞ്ചായത്തിന്റെ ഭാവിയിലുള്ള വികസനം എങ്ങനെയായിരിക്കണം എന്നാണ് താങ്കൾ പറയുക? നമ്മുടെ പഞ്ചായത്ത് ജനസംഖ്യ കൊണ്ട് തന്നെ വളരെ വലുതാണ്. 1,15,000-ഓളം അതിൽ അധികം, എൻ്റെ കണക്ക് കറക്റ്റ് ആണോന്ന് അറിയില്ല, എന്തായാലും ഒരു 1,10,000 മുകളിലുണ്ട്. അതിന്റെ യഥാർത്ഥ കണക്ക് വരാത്തതുകൊണ്ടാണ്. ഇത്രയും പോപ്പുലേഷൻ ഉള്ള നമ്മുടെ പഞ്ചായത്ത് മറ്റുള്ള പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഈ നമ്മുടെ വലിപ്പത്തിലും ഒക്കെ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഇത്രയും പഞ്ചായത്തിന്റെ ജനസംഖ്യ അനുപാതം 20,000-നും താഴെയായിട്ടുള്ള പഞ്ചായത്തുകളുമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളെ പഞ്ചായത്ത് 4ആയി വിഭജിക്കാനുള്ള ഒരു സാധ്യതയുള്ള പഞ്ചായത്താണ്. പക്ഷെ അത് 2ആയിട്ടെങ്കിലും വിഭജിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. കാരണം ഒരു പഞ്ചായത്തിൽ ഉണ്ടാവേണ്ട സൗകര്യങ്ങൾ സെക്രട്ടറിമാരായാലും മറ്റ് അനുബന്ധ വൈദ്യപരമായിട്ടായാലും ഹെൽത്ത് സെന്ററുകളായാലും കൃഷിഭവനുകളായാലും ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കുക എന്നുള്ളതാണ്. ഒന്നുള്ളത് 2ആയിട്ട് വരും. ഇപ്പോൾ ഒരു 10-100 ആളുകൾ ഒരു വിഷയത്തിൽ നമ്മൾ ഹെൽത്ത് സെന്ററിലാണെങ്കിലും ശരി, നമ്മുടെ സെക്രട്ടറിയുടെ അടുത്ത് ഒരു പരാതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ശരി, അത്രയും ആളുകളെ പകുതിയായിട്ട് കുറയ്ക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ആളുകൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അത് എളുപ്പമാക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് അങ്ങനെ വിഭജനം നടത്താറുള്ളത്. ഈ വിഭജനത്തിന് UDF ഒരുപാട് കാര്യങ്ങളുമായി മുന്നോട്ട് പോയതാണ്. പക്ഷെ ഈ ഭരണസമിതി അതിന് അവസാന നിമിഷം അതിൽ നിന്ന് പിന്തിരിയുകയാണ് ഉണ്ടായത്. ഒരു മാറ്റത്തിനായാണ് ഇത്തവണ UDF സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. തീർച്ചയായും മാറ്റത്തിന് വേണ്ടിയിട്ടാണ് UDF. മാറ്റം ഉണ്ടായാൽ ജനങ്ങൾക്ക് അതിനുള്ള ഗുണഫലം ഉണ്ടാകും. ആ മാറ്റത്തിന് വേണ്ടി തന്നെയാണ് UDF ഈ പ്രാവശ്യം പഞ്ചായത്തിൽ മൊത്തമായിട്ട് ഒരു മാറ്റം ഉണ്ടാകണം തന്നെയാണ് നമ്മുടെ UDFന്റെ ആഗ്രഹം. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിന്ന് കുട അടയാളത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഹനീഫയാണ് ഇത്രയും നേരം നമ്മോടൊപ്പം വർത്തമാനത്തിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും മറ്റ് വിശേഷങ്ങളും തെരഞ്ഞെടുപ്പ് കാര്യങ്ങളുമൊക്കെ പങ്കുവച്ചത്. പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി. എല്ലാ ഭാവുകങ്ങളും.